വ്യായാമ കൂട്ടായ്മയെ മെക്സവനെ പിന്തുണച്ച യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നു. മെക്സവനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വർഗീയ പ്രചാരണം നടക്കുന്നുവെന്ന് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനാണ് വർഗീയ പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിന് പിന്നിലും ഈ P മോഹനാണ്. P മോഹനും കുടുംബവും RSS സ്പൈയിങ് ഏജന്റ് എന്നും ഈ അബിൻ വർക്കി ആരോപിക്കുന്നു. ആ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാണ്? അത് ഉണ്ടാക്കിയവരെ അന്വേഷിച്ചത് എന്നാൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ്റെ വീടിൻ്റെ കട്ടിലിൻ്റെ താഴെ അന്വേഷിച്ചെത്തേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ്. ഈ മെക്സവൺ ആരോഗ്യ കൂട്ടായ്മയ്ക്കെതിരെ ആദ്യമായി ഒരു വർഗീയ ചാപ്പ കുത്തുന്നത് ഇതേ P മോഹനനാണ് എന്ന് പറഞ്ഞാൽ ഈ P മോഹനനാണ് മലബാറിൽ മുസ്ലിം ഹിന്ദു വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയായി P മോഹനൻ അധപ്പതിച്ചു. അതിന് CPM കുടപിടിക്കുന്നു എന്നുള്ളതാണ്. ഈ P മോഹനൻ സത്യത്തിൽ കേരളത്തിലെ മോഹൻ ഭാഗവത് ആണോ എന്നാണ് യൂത്ത് കോൺഗ്രസിന് ചോദിക്കുവാനുള്ളത്. കാരണം മോഹൻ ഭാഗവത് ഇന്ത്യയിൽ പറയുന്ന അതേ വർഗീയതയാണ് P മോഹനൻ കേരളത്തിൽ പറയുന്നത് എന്നുള്ളത് കൊണ്ട് പേരുകൾ സമാനമാണ്, സ്വഭാവവും സമാനമാണ്, ഈ CPM ഇവിടെ നടത്തുന്ന വർഗീയ പ്രചരണവും സമാനമാണ്. മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, പറയൂ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ വ്യായാമ കൂട്ടായ്മയായ മെക്സവനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മെക്സവനെ പൂർണ്ണമായി പിന്തുണക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ചെയ്യുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഇന്ന് മലപ്പുറം ചേളാരിയിൽ നടന്ന മെക്സവൻ കൂട്ടായ്മയുടെ ഈ വ്യായാമത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് അദ്ദേഹം രൂക്ഷമായ വിമർശനം ഈ CPM-നൊപ്പം തന്നെ ഈ മോഹനൻ മാസ്റ്റർക്കുമെതിരെ ഉന്നയിക്കുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. അദ്ദേഹം പറയുന്നത് ഈ മെക്സവനുമായി ബന്ധപ്പെട്ടുള്ള വിവാദം തുടങ്ങി വെച്ചത് P മോഹനനാണ്. എന്നാൽ പിന്നീട് അത് തിരുത്തുകയും ചെയ്തു. കൃത്യമായി ബോൾ RSSന്റെ കോർട്ടിലേക്ക് അടിച്ച ശേഷമാണ്, അല്ലെങ്കിൽ RSSന് വിവാദത്തിന് അവസരമുണ്ടാക്കി നൽകിയതിന് ശേഷമാണ് P മോഹനൻ അതിൽ നിന്നും പിന്മാറിയത്. നേരത്തെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിലും ഒപ്പം തന്നെ TP ചന്ദ്രശേഖരനെ വധിച്ച സമയത്ത് ഇന്നോവയുടെ ബാക്കിലുണ്ടായിരുന്ന മാഷ അള്ളാ സ്റ്റിക്കറുമായി ബന്ധപ്പെട്ടും എല്ലാത്തിനും പിന്നിലുള്ളത് P മോഹനനാണ്. അങ്ങനെ മലബാറിൽ ഈ വർഗീയതയ്ക്ക് തിരികൊളുത്തുന്നത് P മോഹനനാണ് എന്നുള്ളതാണ് ഈ അബിൻ വർക്കി പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് ഈ മെക്സവൻ കൂട്ടായ്മയെ പൂർണ്ണമായും പിന്തുണക്കുകയാണ്. നാളെ കോൺഗ്രസും ഈ മെക്സവൻ കൂട്ടായ്മയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് കോൺഗ്രസിന്റെ MLA AP അനിൽകുമാറും ഈ വ്യായാമത്തിൽ പങ്കെടുക്കും. അങ്ങനെ ഈ CPM-ന്റെ ഈ വർഗീയ ശ്രമമാണ് CPM നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ മെക്സവൻ കൂട്ടായ്മയുടെ വ്യായാമത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് അബിൻ വർക്കി പറയുന്നത്. ഓക്കെ, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.